Hi friends, welcome back to Molly's Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫിഷ് ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ചെമ്മീൻ വെച്ചാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതൊന്ന് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ചെമ്മീൻ കായം തേച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് ടേസ്റ്റിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. കുറച്ചോ അധികമായിട്ട് വെള്ളം ഒഴിക്കാതെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ അത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ മുഴുവനായിട്ട് നന്നായിട്ട് കായം തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഇത് കുറച്ച് സമയത്തേക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് കായം അതിലേക്ക് പിടിച്ച് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്ന് ഗോൾഡൻ നിറമായി വരുമ്പം നമുക്കൊന്ന് കോരിയെടുക്കാം. ശേഷം നമുക്ക് കിസ്മിസ് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതും അധികം ഇതാവരുത്, ഒന്ന് ജസ്റ്റ് വീർത്ത് വരുന്ന സമയത്ത് തന്നെ അതും കോരിയെടുക്കണം. ഇപ്പം വെളിച്ചെണ്ണ കുറവാണ്, കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നൈസായിട്ട് അരിഞ്ഞെടുത്ത ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊരു ഗോൾഡൻ നിറമായി വരുന്നവരെ പൊരിച്ചെടുക്കണം. ഇത് ഉപ്പ് ചേർത്ത് പൊരിക്കാൻ പാടില്ല. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഞെരിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കാതെ തന്നെ വേണം വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്നത് ഉള്ളിയിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം മതി. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കണം. ഒന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീൻ പൊരിച്ച് കഴിഞ്ഞ ശേഷം നന്നായിട്ട് പൊരിച്ചെടുത്ത ചെമ്മീൻ കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളി ഫ്രൈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കായം തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീനിന്ന് പകുതി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചുവപ്പാവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തൊന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചെമ്മീൻ ഹാഫ് കുക്കാവുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് പൊരിഞ്ഞു വരേണ്ട ആവശ്യമില്ല. എല്ലാ ചെമ്മീനും ഇപ്പോൾ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഹാഫ് കുക്കാവുന്ന വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇത് നമുക്ക് മസാലയിലേക്ക് കൂട്ടാനുള്ളതാണ്. ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് വേണ്ട റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 3-4 ഗ്രാമ്പൂവും കറാമ്പട്ടയും 3-4 ഏലക്കായും ചേർത്ത് കൊടുത്തിട്ട്
ഒന്ന് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിള് വെള്ളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് 2 വിസിൽ വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴന്ന് കിട്ടും. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ഉടഞ്ഞു വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും. ഇനി നമ്മൾ തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ്റെ ബാക്കി വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എങ്കിൽ നമുക്ക് ആ ചെമ്മീൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇതിൽ കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് എരിവിന് പാകത്തിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഏകദേശം 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. നമ്മൾ ആദ്യം ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്ത ചെമ്മീനും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ പകുതി ചെമ്മീൻ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തതിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹാഫ് കുക്കായിട്ടുള്ള ചെമ്മീൻ നന്നായിട്ട് കുക്കാവുന്നവരെ ഇതൊന്ന് കുക്കായി വേണ്ടി അനുവദിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളെ ചെമ്മീനൊക്കെ കുക്കായി മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ദം ഇടാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് വാഴയില വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ചോറ് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഒരു ടേസ്റ്റും കിട്ടും വാഴയില വെച്ച് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് റൈസ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയുടെ മിക്സ്
അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ ചെമ്മീനിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് കുറച്ചുകൂടി ചോറ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ലെയറായിട്ട് വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ. വീണ്ടും ഒരു ലെയർ കൂടി നമ്മുടെ ഉള്ളി പൊരിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബാക്കിയുള്ള ഉള്ളി നമുക്ക് ചോറ് വിളമ്പുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഇതിന് മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ ബിരിയാണി ദം ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് സ്ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം അത് കഴിഞ്ഞ് നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. മൂടി തുറന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്നും ചോറൊന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കോരി ഇടുന്നതിന് കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ഒരേ നിറത്തിലായിട്ട് നമുക്ക് മിക്സായിട്ട് കിട്ടുകയുള്ളൂ. കോരി എടുക്കുന്നതിനനുസരിച്ച് തന്നെ നന്നായിട്ടൊന്ന് തവി ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മസാല ഇതിൽ നിന്നും എടുക്കാം. തൊട്ട് അടി പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഉള്ളി കൂടി എടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മുകളിലേക്ക് ഞാൻ 3-4 ചെമ്മീൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.